നമസ്കാരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ലിഫ്റ്റിൽ കുടുങ്ങിയ വയോധികനെ രക്ഷപ്പെടുത്തി. ശനിയാഴ്ച രാവിലെ 11 മണിയോടുകൂടി ലിഫ്റ്റിൽ കയറിയതാണ് ഇദ്ദേഹം. ആശുപത്രിയിൽ OPയിലെത്തിയതാണ് ഇദ്ദേഹം. എന്തായാലും അദ്ദേഹം 1.5 ദിവസത്തോളമാണ് ലിഫ്റ്റിൽ കുടുങ്ങിക്കിടന്നത്. ഇന്ന് രാവിലെയോടുകൂടി ലിഫ്റ്റ് ഓപ്പറേറ്റർ എത്തിയാണ് ഇദ്ദേഹത്തെ രക്ഷിച്ചത്. അബോധാവസ്ഥയിലായിരുന്നു രവീന്ദ്രൻ നായർ. അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ശനിയാഴ്ച രാവിലെ 11 മണിക്ക് ആശുപത്രിയിലെ ഓർത്തോ വിഭാഗം OPയിലെത്തിയ തിരുവനന്തപുരം സ്വദേശിയായ രവീന്ദ്രൻ നായരാണ് ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിയത്. ഇന്ന് രാവിലെ ലിഫ്റ്റ് ഓപ്പറേറ്റർ സാങ്കേതിക പ്രശ്നം പരിഹരിക്കുന്നതിനിടയിലാണ് ഒരാൾ ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് കണ്ടെത്തുന്നതും അദ്ദേഹം അബോധാവസ്ഥയിലായിരുന്നു. മലമൂത്ര വിസർജ്യങ്ങൾക്ക് നടുവിൽ കിടക്കുന്ന നിലയിലായിരുന്നു വയോധികൻ. ശനിയാഴ്ച 12 മണിയോടുകൂടി ലിഫ്റ്റ് കേടായി എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ സമയത്ത് അദ്ദേഹം ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു. എന്നാൽ കേടായ ലിഫ്റ്റിൽ ആരെങ്കിലും അകപ്പെട്ടോ എന്ന് പോലും ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചിരുന്നില്ല എന്നാണ് ഇതോടുകൂടി വ്യക്തമായിരിക്കുന്നത്. രവീന്ദ്രൻ നായരുടെ മൊബൈൽ ഫോൺ നിലത്ത് വീണ് നശിച്ച നിലയിലുമായിരുന്നു. ലിഫ്റ്റ് പെട്ടെന്ന് വലിയ ശബ്ദത്തോടെയും കുലുക്കത്തോടെയും നിന്നു പോയപ്പോൾ രവീന്ദ്രൻ നായർ പരിഭ്രാന്തിയിലായി എന്ന് വേണം കരുതാൻ. മൊബൈൽ ഫോൺ നിലത്ത് വീണ് പൊട്ടുകയും ചെയ്തുവെന്ന് രവീന്ദ്രൻ നായർ പറയുന്നുമുണ്ട്. വയോധികൻ അപകടനില തരണം ചെയ്തുവെന്നാണ് ലഭിക്കുന്ന സൂചനകൾ.